അതെ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇയറിംഗ് ചെയ്താലോ. മാറ്റ് കുന്തനാണ് എടുത്തിരിക്കുന്ന, ഐ ഷേപ്പാണ്. അതിനുശേഷം നമ്മുടെ വാക്സ് സ്ട്രിപ്പ് എടുത്തു ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ കുന്തൻ സ്റ്റോൺസ് വെച്ച് കൊടുക്കുക. അത് നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഷേപ്പിൽ, ഞാനത് സെപ്പറേറ്റ് അല്ല, ഒറ്റ സ്റ്റെപ്പിലാണിത് ചെയ്യുന്നത്, ഹാങ്ങിങ്സ് ഒന്നും കൊടുക്കാതെ വെച്ചാൽ. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ലെങ്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യം ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ 3 ബീഡ്സ് കൊടുക്കുകയാണ്. 1 2 3. ഇനി ഇതേ സ്റ്റെപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. വീണ്ടും സെൻറ്ററിലൊന്ന് കൊടുക്കുന്നു, 2 സൈഡിലും ഓരോന്ന് കൊടുക്കുന്നു. അത് വയ്ക്കുമ്പോൾ സെൻറ്ററിലേക്ക് 1 2 സൈഡിലേക്ക് 2 അതങ്ങനെ കറക്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് താഴോട്ട് വയ്ക്കും തോറും അത് ക്ലിയർ ആയിട്ട് നമുക്കിരിക്കും. അടുത്തത് വീണ്ടും അതുപോലെ ആ ഒരു ഗ്യാപ്പിൽ വയ്ക്കുന്നു, കണ്ടോ. അടുത്ത് വീണ്ടും 2 സൈഡിൽ. ഇത് നമുക്ക് എത്ര ലെങ്ത് വേണോ അത്രയും ചെയ്യാം. വീണ്ടും ഓരോ സ്റ്റെപ്പ്. നമുക്കിത് 4 5 സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ. ഇതിൽ ഹാങ്ങിങ്സ് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഹാങ്ങിങ്സ് കൊടുക്കാതെയാണ് ചെയ്യുന്നത്. വീണ്ടും നോക്കിയേ, വീണ്ടും അടുത്ത് ഞാൻ താഴെ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണ്. വീണ്ടും ഒരു സ്റ്റെപ്പ്, ഒരു ലെയർ വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ലെയർ കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എത്രത്തോളം ലെങ്ത് വേണമെന്നുള്ളത്. ഞാൻ അവിടെ വെച്ചത് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവസാനം ആ ഒരു സ്റ്റോൺ തിരിച്ച് ആ സെൻറ്ററിലോട്ട് കൊടുത്ത് നിർത്തുകയാണ്. അത് കൊടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ബീഡിട്ട് ഹാങ്ങിങ്സ് കൊടുക്കാം. പുറത്ത് ബാക്കിൽ ഒരു ഐപ്പിൻ കൊടുത്തിട്ട് അവിടെ ഒരു അറ്റാച്ച്മെൻറ്റ് കൊടുത്ത് ചെയ്യാം. ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കണം. ഈ കട്ട് ചെയ്തെടുക്കുക എന്നത് മാത്രമാണ് വരുന്നത്. പോയിട്ട് ഇതിൻ്റെ ഓരോ സെൻറ്ററിലും വരുന്ന ഓരോ ഗ്യാപ്പിലും ഓരോ കുഞ്ഞു സ്റ്റോൺ കൂടെ വെച്ച് കൊടുക്കുന്നു. ആ സ്റ്റോൺ വെക്കുമ്പോൾ അതൊന്ന് എടുത്ത് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റോൺ കൊടുക്കുന്നത്. അതിന് പകരം കുഞ്ഞു ഗോൾഡൻ ബീഡ്സ് ഉണ്ടെങ്കിലോ കുഞ്ഞു കുന്തൻ സ്റ്റോൺ ഉണ്ടെങ്കിലോ വൈറ്റ് കളർ ആയാലും മതി, അത് നിങ്ങൾക്ക് കൊടുക്കാം. അതിന് മാച്ചിങ്ങിനായിട്ട് വരുന്ന ഇത് കൊടുക്കാം. സ്റ്റോൺ വേണമെങ്കിലും ഗോൾഡൻ ബീഡ് വേണമെങ്കിലും കൊടുക്കാം. അതിനുശേഷം ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടില്ലേ? അപ്പോൾ സ്റ്റോണൊക്കെ കൊടുത്ത് ഇപ്പോൾ ശരിക്കും ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അത് ഒരു കുന്തൻ സ്റ്റോണിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. അത് മാറ്റ് കുന്തനിൽ ഒരു സ്റ്റോൺ വരുന്ന ടൈപ്പാണ്. ഓൾറെഡി സ്റ്റോൺ ഉണ്ട്, പിന്നെ ഈ ഒരു സ്റ്റോൺ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ എടുത്ത് നിൽക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വേറെ ഒന്നുമില്ല. ഇതിലെ ബാക്കിലേക്ക് നമ്മുടെ ഇയർ അറ്റാച്ച്മെൻറ്റ് കൊടുക്കുകയാണ്. അറ്റാച്ച്മെൻറ്റ് ബാക്കിലേക്ക് ഒന്ന് ജസ്റ്റ് ഗ്ലൂ കൊടുക്കുക, ഫിക്സ് ചെയ്യുക. ഇനി നമ്മളിത് ഫിക്സ് ചെയ്യാൻ കേട്ടോ. ഓക്കെ. പിന്നെ ഇനി അതിൻ്റെ പുറത്ത് നമുക്ക് എന്താ പറയുക, ചെറിയൊരു പീസ് കട്ട് ചെയ്തതിന് ശേഷം, ബാക്ക് സ്ട്രിപ്പ് കട്ട് ചെയ്ത ശേഷം അവിടെ വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒത്തിരി ഇതില്ല, നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഇതില്ല. ഒരു ചെറിയൊരു പീസ്, റൗണ്ട് പീസ് ഞാൻ കൊടുത്തു. അതിനുശേഷം ഒരു നീളത്തിലുള്ള ഒരു പീസും കൊടുത്തു. താഴോട്ട് അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. വളരെ സിമ്പിളാണ് കേട്ടോ. വളരെ സിമ്പിളെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. എന്നിട്ട് ബാലൻസ് പുറത്തേക്ക് നിൽക്കുന്നതെല്ലാം ഒന്ന് ഉരുക്കി അങ്ങ് മാറ്റുക. അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് ഇതായാലും മതി, എന്ത് ചെയ്താലും മതി. നമ്മുടെ ഇയറിങ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റ്സ് കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. എല്ലാവരും ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.